നമസ്കാരം കുട്ടികളെ. ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് സന്യാസിയാകാനൊക്കെ മോഹിച്ച് ഒരു കുരങ്ങൻ അതിനായിട്ട് ഇറങ്ങി പുറപ്പെട്ടു. അവസാനം അതിന് എന്ത് സംഭവിച്ചു? ഇതാണ്. കുരങ്ങൻ ഒറ്റയ്ക്കാണ് താമസം. പ്രത്യേകിച്ച് അങ്ങനെ കൂട്ടുകാരൊന്നുമില്ല. ഈ ഒറ്റമരത്തിലെ കുരങ്ങൻ എന്നൊക്കെ പറയില്ലേ. ഒരു ദിവസം നമ്മുടെ കുരങ്ങൻ എന്തോ ഒരു അനക്കം. അത് കേട്ടിട്ട് താമസിക്കുന്ന മറ്റേ മരത്തിൻ്റെ താഴേക്ക് നോക്കിയപ്പോൾ കണ്ടത് തേജസ്വിയായ ഒരു സന്യാസി. നരച്ച താടി, കാവ്യവസ്ത്രം, പ്രസന്നമായ മുഖം. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു ചെറിയ കമണ്ടലുണ്ട്, യോഗദണ്ഡുണ്ട്. കമണ്ടലു എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുമായിരിക്കും അല്ലേ? പൂജയ്ക്കുള്ള തീർത്ഥജലമൊക്കെ സൂക്ഷിക്കുന്ന ഒരു പാത്രം. അദ്ദേഹം വന്നിട്ട് അതിനടുത്തൊക്കെയുള്ള അടുത്ത് തന്നെയുള്ളൊരു മരത്തിൻ്റെ ചുവട്ടിൽ ചെന്ന് അവിടേക്കൊന്ന് വൃത്തിയാക്കി അവിടെ ഒരു വിരിയൊക്കെ വിരിച്ച് തൻ്റെ സാധന സാമഗ്രികളൊക്കെ ആ മരത്തിൻ്റെ ചുവട്ടിൽ വെച്ച് പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി ശാന്തസ്വരൂപനായി ചമ്രൊക്കെ പടിഞ്ഞിരുന്ന് പത്മാസനത്തിലൊക്കെ ഇരുന്ന് കൈകളൊക്കെ ധ്യാനമുദ്രാസ്ഥിതിയിലൊക്കെ വെച്ച് കണ്ണടച്ച് ധ്യാനിക്കാനായിട്ട് തുടങ്ങി. അദ്ദേഹം ഓംകാരമങ്ങട് മുഴക്കാനായിട്ട് തുടങ്ങിയ സമയത്ത് പ്രകൃതി പോലും അദ്ദേഹത്തെ ശ്രദ്ധിച്ചു എന്ന് പറയണം. അങ്ങനെ അദ്ദേഹം ഇരുന്ന് ജപിക്കാനായിട്ട് തുടങ്ങി. മണിക്കൂറുകളോളം ഒരേ ഇരിപ്പ്, കണ്ണുപോലും തുറക്കാതെ, ചുറ്റുപാടും എന്താണ് നടക്കുന്നത് എന്ന് പോലും ശ്രദ്ധിക്കാതെ അത്രയും ഏകാഗ്രമായ ധ്യാനം. നമ്മുടെ കുരങ്ങനാണെങ്കിലോ ഇങ്ങനത്തെ കാഴ്ചയൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ നമ്മുടെ സന്യാസിയെക്കുറിച്ച് കേട്ടറിഞ്ഞ് ആളുകൾ വരാനായിട്ട് തുടങ്ങി. വരുന്നവരൊക്കെ എല്ലാവരും തന്നെ ഓരോരോ കാഴ്ചവസ്തുക്കൾ അദ്ദേഹത്തിനായിട്ട് കൊണ്ടുവന്നിരുന്നു. വെറും കൈയോടെ ആരും വന്നിട്ടില്ല. വാഴപ്പഴം ഉണ്ടായിരുന്നു, മുന്തിരി ഉണ്ടായിരുന്നു, അതുപോലെയുള്ള ഫലവർഗ്ഗങ്ങൾ, പിന്നെ ധരിക്കാനായിട്ട് ചില വസ്ത്രങ്ങൾ, അങ്ങനെ പലതും. വന്നവരൊക്കെ അദ്ദേഹത്തോട് വളരെ ഭക്തി ബഹുമാനങ്ങളോടുകൂടി സംസാരിക്കുന്നു, പാദ നമസ്കാരം ചെയ്യുന്നു. ഇതൊക്കെ കണ്ടിട്ടാ നമ്മുടെ കുരങ്ങൻ. അവന് തോന്നി, ഇത് കൊള്ളാലോ, ഞാനും ഇതുപോലെ ഒരു സന്യാസിയായാൽ എനിക്കും ഇതുപോലെ ബഹുമാനവും കിട്ടും, ആളുകളൊക്കെ ഓരോന്നൊക്കെ കൊണ്ടുവരുന്നതൊക്കെ സ്വീകരിച്ച് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള കാലം സുഖമായി അങ്ങോട്ട് ജീവിക്കാം. അങ്ങനെ ചിന്തിച്ചു അത്. പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ഈ വന്ന ഭക്തന്മാരൊക്കെ പോയ സമയത്ത് നമ്മുടെ കുരങ്ങിനും നാണൊക്കെ കുടുങ്ങി നമ്മുടെ സന്യാസിയുടെ അടുത്ത് ചെന്ന് എനിക്കും അങ്ങയെപ്പോലെ ആയാൽ കൊള്ളാമെന്നുണ്ട് എന്ന് പറഞ്ഞു. എനിക്കും അങ്ങയെപ്പോലെ ആയാൽ കൊള്ളാം. സന്യാസി പറഞ്ഞു, പിന്നെന്താ, എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. ഞാൻ എന്താണപ്പോൾ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു നമ്മുടെ കുരങ്ങൻ. ആദ്യം ധ്യാനം പരിശീലിക്കൂ, അതാവട്ടെ ആദ്യമെന്ന് സന്യാസി. കുരങ്ങനാണെങ്കിലോ എങ്ങനെയെങ്കിലും ഈ സംഭവമൊക്കെ ഒന്ന് പഠിച്ച് ഇതുപോലെ ആളുകളൊക്കെ വരുന്ന കാഴ്ചയൊക്കെ എന്താ പറയുക, അതൊക്കെ ചിന്തയൊക്കെ ഇങ്ങനെ മനസ്സിൽ ലഡ്ഡുമൊക്കെ പൊട്ടി നിൽക്കുകയാണ്. ഇതുപോലെ ആകണം, അതാണ് വിചാരം. എന്നാൽ പിന്നെ പഠിപ്പിച്ചു തരാൻ പറഞ്ഞു. ഗുരു ധ്യാനിക്കേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തു. എങ്ങനെ ഇരിക്കണം, കൈകളൊക്കെ എവിടെ ഇരിക്കണം, കാലുകൾ എങ്ങനെ വെക്കണം, കണ്ണുകൾ എങ്ങനെ ഇരിക്കണം, കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ശരി, നീ ഇതുപോലെയൊക്കെ ചെയ്യുക, ഞാൻ ഒരു സ്ഥലം വരെ ഒന്ന് പോവുകയാണ്, ഉടനെ തിരിച്ചു വരും, അപ്പോഴേക്ക് ഈ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് നടപ്പിലാക്കി നോക്കൂ പറഞ്ഞു. നമ്മുടെ സന്യാസി പോയത് കൊണ്ട് തൊട്ട് പിന്നാലെ എന്ത് ചെയ്തു, വേഗം തന്നെ എന്താ പറയുക, ഒന്ന് വേറൊരു മരത്തിൻ്റെ ചുവട്ടിൽ കണ്ടുപിടിച്ച് വേഗം ഒന്ന് അടിച്ചു പോരി വൃത്തിയാക്കുന്നു. എന്താ പറയുക, ഒരു വിരിയൊക്കെ വെച്ച് നേരത്തെ പറഞ്ഞ പോലെ കാലുകളൊക്കെ പത്മാസനത്തിലൊക്കെ വെച്ച് ഗുരു പറഞ്ഞതുപോലെ കണ്ണടച്ച് ധ്യാനിക്കാനായിട്ട് തുടങ്ങി.
ഓംകാരമൊക്കെ ചൊല്ലി. പതുക്കെ പതുക്കെ ധ്യാനം ഇങ്ങനെ തുടങ്ങി. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ കുരങ്ങനൊരു സംശയം. എനിക്ക് വിശക്കുണ്ടോയെന്ന്, വിശപ്പിൻ്റെ വിളി വരുന്നുണ്ടോയെന്നൊരു സംശയം. കുരങ്ങൻ കണ്ണ് തുറന്നു കേട്ടോ. കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ സംഭവം ശരിയാ, വിശക്കുണ്ട്. അയ്യോ, ഓടിപ്പോയി അതെന്ത് ചെയ്തു എന്നറിയാമോ? ഒരു മരത്തുമ്മ കയറി ആക്രാന്തത്തിൽ കുറേ സാധനങ്ങളൊക്കെ വലിച്ചു വാരി അങ്ങോട്ട് തിന്നു. ഒരു ആമ്പക്കൊക്കെ വിട്ടു. എന്നിട്ട് തിരിച്ച് പഴയ സ്ഥലത്ത് വന്നിരുന്നു. വീണ്ടും കാലൊക്കെ മടക്കി വെച്ചു, കണ്ണുകളൊക്കെ അടച്ചു, വീണ്ടും ധ്യാനിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ഒരു കുറച്ച് നേരം കഴിഞ്ഞു. എന്താ പറയുക, അത്രയും ഏകാഗ്രമായിട്ട് ധ്യാനം തുടങ്ങിയില്ല എന്നുള്ള അവസ്ഥ വന്നപ്പോൾ വീണ്ടും ഒരു ചിന്ത നമ്മുടെ കുരങ്ങിന്. ഇപ്പോൾ ഞാൻ കഴിച്ചിരിക്കുന്ന ഭക്ഷണം കുറച്ച് കഴിയുമ്പോഴേക്കും ദഹിക്കില്ലേ? ദഹിച്ചു കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും വിശക്കില്ലേ? ആ നേരത്തെ ധ്യാനത്തിൻ്റെ ഇടയിൽ അങ്ങോട്ട് പോകുന്നതൊന്നും ശരിയല്ലോ. വീണ്ടും കാലുകളൊക്കെ നിവർത്തി വേഗം എഴുന്നേറ്റു, ഓടിപ്പോയി മരത്തുമ്പോൾ വീണ്ടും ചാടി ഓടി കയറി വേഗം കുറേ സാധനങ്ങളൊക്കെ വീണ്ടും പൊട്ടിച്ചു. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. ധ്യാനിക്കാനായിട്ട് കുരങ്ങനെ നിശ്ചയിച്ച സ്ഥലത്തിന് അടുത്ത് കൊണ്ടുവച്ചു. എനിക്ക് വിശക്കുമ്പോൾ ഇനി എന്ത് ചെയ്യാം? ധ്യാനത്തിൻ്റെ ഇടയിൽ വിശക്കുകയാണെങ്കിൽ വല്ലപ്പോഴും ഒരു ആപ്പിൾ എടുത്ത് കഴിക്കാം, അല്ലെങ്കിൽ ഒരു പഴം എടുത്ത് കഴിക്കാം എന്നുള്ള ചിന്തയിൽ കയ്യെടുത്താവുന്ന ദൂരത്ത് വെച്ചു. ഇനിയിപ്പോൾ ക്ഷീണമൊക്കെ കൂടി ഇനി അങ്ങോട്ട് നടന്നെത്താൻ പറ്റിയില്ലെങ്കിലോ? അതാണ് അടുത്ത ചിന്ത. അങ്ങനെ വീണ്ടും മൂന്നാമത്തെ തവണ ധ്യാനിക്കാനായിട്ട് തുടങ്ങി. ഗംഭീരമായിട്ട് ഓംകാരമൊക്കെ ചൊല്ലി. അത് ചൊല്ലിക്കഴിഞ്ഞ് കുറച്ച് നേരം ഇരുന്നു. നേരത്തെ ഇരുന്നതിനേക്കാളും കുറച്ചുകൂടിയൊക്കെ സമയം കഴിഞ്ഞപ്പോൾ അത് പതുക്കെ കണ്ണു തുറന്നു. അയ്യോ, വീണ്ടും ഒരു സംശയം. ഇതും കഴിഞ്ഞു കഴിഞ്ഞാലോ ഞാൻ എന്തു ചെയ്യും? അപ്പോഴെനിക്ക് രണ്ടാമത് മരത്തിലൊക്കെ പോയി കയറാനുള്ള ശക്തിയില്ലെങ്കിലോ? ചിന്ത ഒന്നും നിർത്തിയില്ല. ഒരൊറ്റോട്ടം വീണ്ടും കയറി മരത്തുമ്മ ചാടി കയറുന്നു, സാധനങ്ങൾ മുഴുവൻ പൊട്ടിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്തു? ഈശ്വരൻ ഇവർക്കൊരു സഞ്ചി കൊടുത്തിട്ടുണ്ട് വായയുടെ ഉള്ളിൽ. ശ്രദ്ധിച്ചിട്ടുണ്ടാവും മക്കൾ. അവർ അങ്ങനെ ഭക്ഷണം ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് അവർക്ക് സഞ്ചിയുണ്ട് കഴുത്തിനോട് ഭാഗമായിട്ട്. അതിങ്ങനെ വീർത്ത് വരും. അതിൽ സ്റ്റോർ ചെയ്ത് വെക്കും അവർ. അപ്പോൾ വയറ് വിശക്കുമ്പോൾ എന്ത് ചെയ്യും? ഇതിൻ്റെ ഉള്ളിൽ നിന്ന്, ഈ സൂക്ഷിച്ച് വെച്ച സഞ്ചിയുടെ ഉള്ളിൽ നിന്നാണ് പിന്നെ വയറിൻ്റെ ഉള്ളിലേക്ക് ഡയറക്റ്റ് അത് എടുക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൽ നിറച്ചു. എന്നിട്ട് വീണ്ടും ഇവിടെ വന്നിരുന്ന് പത്മാസനത്തിലൊക്കെ ഇരുന്ന് ധ്യാനിക്കാനായിട്ട് ആരംഭിച്ചു. ഇപ്പോൾ കുറച്ച് സമാധാനമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ തവണ ഇപ്പോൾ വയറ് നിറഞ്ഞിട്ടുണ്ട്. ഇനി വിശക്കുകയാണെന്നെങ്കിൽ ഈ സഞ്ചിയുടെ ഉള്ളിലുള്ള ഭക്ഷണം എടുത്ത് കഴിക്കാം. പിന്നെ വൈകുന്നേരമോ കുറേയൊക്കെ കഴിയുന്ന സമയത്ത് എന്തെങ്കിലും വിശപ്പൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തൊട്ട് ചേർത്ത് വെച്ചിട്ടുള്ള ഭക്ഷണം എടുത്ത് കഴിക്കാം. അങ്ങനെ വിചാരിച്ച് ഇത് വീണ്ടും ധ്യാനം തുടങ്ങി. ഇനി വിശപ്പ് വന്ന സമയത്ത് ഓരോരോ പഴവും ആപ്പിളും അതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ വയറിൻ്റെ ഉള്ളിലേക്ക് ചെന്നു. സ്വാഭാവികമായിട്ടും അതിനെന്ത് തോന്നിയെന്നറിയാമോ? ഉച്ചയ്ക്കൊക്കെ നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മയക്കം തോന്നില്ലേ? ക്ലാസ്സിലൊക്കെ പോയിരിക്കുമ്പോൾ ഉറക്കം വരില്ല ഉച്ച സമയത്ത്. അതുപോലെ ഉറക്കം കിട്ടുന്ന ധ്യാനത്തിൻ്റെ ഇടയിൽ കോട്ടുവായ. അയ്യോ, ഉറക്കം വന്ന് ഒരു രക്ഷയില്ല, പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. പതുക്കെ പത്മാസനത്തിൽ നിന്നുള്ള കാലൊക്കെ അഴഞ്ഞ് ധ്യാനമുദ്രയും പോയി, എല്ലാം പോയി. ആ മരത്തുമ്മ ചാരിയിരുന്ന് മയങ്ങി പിന്നെ അവിടെ കിടന്ന് കൂർക്കം വലിച്ച് അങ്ങോട്ട് ഉറക്കായി നടത്തും. അയ്യോ, അങ്ങനെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി? അത് സുഖമായിട്ട് ഉറക്കം കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ വൈകുന്നേര സമയമൊക്കെ ആയപ്പോൾ നമ്മുടെ സന്യാസി തിരിച്ചു വന്നു. ധ്യാനം പഠിപ്പിച്ചിട്ടൊക്കെ പോയതല്ലേ. വന്ന കാഴ്ച എന്താണെന്നറിയാമോ? ഒരു പച്ചക്കറി മാർക്കറ്റോ അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട് സ്റ്റാളിൻ്റെയൊക്കെ മുൻപിൽ നിൽക്കുന്ന പോലെ കുറേ പഴത്തൊലി അവിടെ, കുറേ മാങ്ങണ്ടി ഇവിടെ കിടക്കണു, കുറേ ചക്കക്കുരു ഇവിടെ കിടക്കണു. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ധ്യാനം പഠിക്കുന്ന ശിഷ്യനായ കുരങ്ങൻ അവിടെ അള്ളാ പടച്ചോനെ പറഞ്ഞിട്ട് കിടക്കുന്നുണ്ട്. നല്ല സുന്ദരമായ ഉറക്കം. ഈ കഥ ഇവിടെ കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ എന്താ ഇതിവിടെ ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ,
മക്കൾ, നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ സംഭവിക്കണേ എന്ന് നമ്മളൊന്ന് ആലോചിക്കണം. ഒരു കാര്യം ചെയ്യാനായിട്ടിരുന്നാൽ ഉടനെ അടുത്ത ചിന്തകൾ. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ ക്ഷേത്രത്തിൽ തൊഴാനായിട്ട് പോയി. ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ചെന്ന് ഭഗവാനെ, ശ്രീലകത്തുള്ള ഭഗവാനെ നോക്കി പ്രാർത്ഥിച്ചു നിൽക്കുന്ന സമയത്തും ഏകാഗ്രചിത്തമാവേണ്ട സമയത്തും നമ്മുടെ ചിന്ത എവിടെയാണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം അച്ഛൻ വാങ്ങിച്ചു തന്നിട്ടുള്ള വില കൂടിയ ചെരുപ്പ് മതിൽക്കെട്ടിന് പുറത്ത് വെച്ചിട്ടുണ്ട്, അതാരെങ്കിലും എടുത്തിട്ട് പോവോ എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ ശ്രദ്ധ ക്ഷേത്രത്തിനുള്ളിൽ ചെന്നെങ്കിലും അവിടെ ഉണ്ടായില്ല എന്ന് വേണം കരുതാൻ. അപ്പോൾ പിന്നെ പോയതിന് ഫലമില്ല എന്നർത്ഥം. അപ്പോൾ ഒരു കാര്യം നമ്മൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധ അതിൽ മാത്രമായിട്ട് ഇരിക്കാനുള്ള ഒരു പരിശ്രമം ഈ ചെറുപ്രായത്തിൽ തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമാണ്. ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഓർമ്മപ്പെടുത്തലിന് വേണ്ടി മാത്രമാണ് ഈ കഥ ഇവിടെ പറഞ്ഞത്. കുരങ്ങിന് പറ്റിയതുപോലെയുള്ള ഒരു അബദ്ധം നമുക്കാർക്കും പറ്റാതിരിക്കട്ടെ. അതിനു വേണ്ടിയാകട്ടെ നമ്മുടെ ജീവിതം, നമ്മുടെ ഇനി അവിടെ നിന്നുള്ള പ്രവർത്തനങ്ങൾ. എല്ലാ മക്കൾക്കും സ്നേഹപൂർണ്ണമായ നമസ്കാരം.